അപ്പോൾ ഗൈസ് ഞാനും ചേട്ടായും കൂടി ഇന്ന് എന്നാ കട അടച്ചിട്ടുണ്ട് ഞങ്ങളത്. അതാണ് ഞങ്ങളുടെ കട, ഇത് ഈ ഓർക്കിഡ് ഫാഷൻസ് തുണിക്കട. അപ്പോൾ ഞാനും ചേട്ടായും കൂടി ഇന്ന് എന്നാ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് തീരുമാനിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ ഇന്ന് ഞാനും ചേട്ടനോട് ഫുഡ് കഴിക്കാൻ പോയി. ഇരുട്ടായതിൻ്റെ അത്ര വ്യക്തമാണ്, ഞാൻ ഫോണിൻ്റെ ഫ്ലാഷ് ഇട്ടേക്കണം. അപ്പോൾ ഇന്ന് ഫുഡ് കഴിക്കാൻ പോയി ഞങ്ങൾ. അപ്പോൾ ബാക്കി ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു കടയാണ്, അപ്പോൾ ഞങ്ങൾക്ക് ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. ഹായ്, അപ്പോൾ ഗൈസ് നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഹോട്ടലിൽ വന്നു. ചേട്ടായി ഇവിടെ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ചേട്ടായി അപ്പുറം ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്നാ വേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മന്തിയാണ് തീരുമാനിച്ചേക്കണേ. ഇവിടുന്ന് തീരുമാനിച്ചിട്ടൊക്കെ പോയെങ്കിൽ അവിടെ ചെന്നപ്പോൾ ഒരു സംശയം. ലാസ്റ്റ് ഞങ്ങൾ മന്തി തന്നെ പറഞ്ഞു, ബിരിയാണി എന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് മന്തി പറഞ്ഞു. എന്നിട്ട് ചേച്ചിയുടെ എടുക്കാൻ പറഞ്ഞിട്ട് ചേച്ചി ഇപ്പോൾ എടുക്കാൻ പോകും. ഇതാണ് ചേട്ടൻ. ഞങ്ങൾ രണ്ടുപേരും കൂടെ സംഭവം ഓർഡർ ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ സംഭവം പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെ കൊണ്ടുവരുമായിരിക്കണം എന്നാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചേട്ടൻ ഇടയ്ക്ക് ഇവിടെ വരാമെന്നാണ് പറഞ്ഞത്. ചേട്ടയ്ക്ക് ചിരി വരികയാണ്. അപ്പോൾ സാധനം വന്നതിന് കാണാം. അപ്പോൾ കൈ സാധനം വന്നിട്ടുണ്ട്. ഇതാണ് അൽഫാം മന്തി. ചേട്ടൻ ഇതേ ഫോണിലൊക്കെ നോക്കി റെഡിയായിട്ട് കഴിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അതേ സാധനം വന്നിട്ടുണ്ട്. ഇനി ഇത് കഴിച്ചിട്ട് ബാക്കി. എങ്ങനെയുണ്ട്? അപ്പോൾ കഴിച്ച് ഞാനും കഴിച്ച് നോക്കി. കുഴപ്പമില്ല, അടിപൊളി ടേസ്റ്റൊക്കെ ഉണ്ട്. ഞാൻ സാധാ മന്തിയെ പോലെയല്ല, അൽഫാം മന്തിക്ക് അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ചേട്ടൻ കഴിച്ചു തുടങ്ങി, ഇനി ഞാനും കഴിച്ചു തുടങ്ങട്ടെ. എന്തെങ്കിലും പറയണ്ടോ? ഞാൻ സജസ്റ്റ് ചെയ്തത് മോശമായിട്ടില്ല. ചേട്ടൻ സജഷൻ ചെയ്താണ്ട് മോശമായിട്ടില്ലെന്നാണ് പറയണേ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാനും മേടിച്ചു കൊടുക്കണ്ട, അത് മോശമായെന്ന് പറയില്ലേ. ഇനി നമ്മളൊരു ജ്യൂസ് ഓർഡർ നോക്കിയായിരുന്നു, പക്ഷേ ജ്യൂസ് കൊക്കോള ഇല്ല, പെപ്സി കൊക്കോളയെ നോക്കി. അത് ലാസ്റ്റ് മൗണ്ടൻ ഡ്യൂ പറഞ്ഞു. മൗണ്ടൻ ഡ്യൂ കൊണ്ടുവന്ന ചേച്ചി പൊട്ടിച്ചറിഞ്ഞു ചോദിച്ചു, പൊട്ടിച്ച് ആമെന്ന് പറഞ്ഞു. പിന്നെ പൊട്ടിച്ച് തന്നു. ഹൈറ്റൊക്കെ ഒരു സാധനമുണ്ട്. ഇപ്പോൾ കണ്ടോ ചേട്ടടെ? ഇതല്ല മറ്റേത് കുപ്പി നാളെ കേട്ടാലും ഇപ്പോൾ കാണിക്കേ പറഞ്ഞോ. അടിപൊളി അതാണോ? പൊട്ടിക്ക് കുടിക്ക്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെയല്ല, നല്ല ക്വാണ്ടിറ്റിയിലാണ് കിട്ടിയത്. അതുകൊണ്ട് വയറ് നിറഞ്ഞു പോയി. അതൊക്കെ ഇറങ്ങിയിരിക്കുന്നത് ചിക്കൻ അവസരം കടിച്ചു പറിക്കുക. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു കഴിഞ്ഞു. പക്ഷേ എനിക്ക് നന്നായിട്ട് വയറ് നിറഞ്ഞിട്ട് ഇരിക്കാനും പാടില്ല, നിൽക്കാനും പാടില്ല. എനിക്കിനി ഇവിടുന്ന് വീട്ടിലേക്ക് ഒരു 5-10 മിനിറ്റ് ഉണ്ട്. ചേട്ടായിക്ക് ഇത് 1 മിനിറ്റ് മാറിയത്. ചേട്ടാ ശരിക്കുള്ള ഇവിടെ അല്ലല്ലോ, തൊട്ടപ്പുറത്താ മറ്റേ മുറിയ റൂമായുണ്ട്. അങ്ങോട്ട് നടന്നു പോയാലും മതി. പക്ഷേ ബൈക്കുണ്ട്. പക്ഷേ എനിക്ക് സൈക്കിളിൽ ഇനി വീട് വരെ ചവിട്ടി ചെല്ലണം. അത് ഓർത്തിട്ടാണ് ഒരു ബുദ്ധിമുട്ട്. പതിയെ സൈക്കിളും ചവിട്ടി തള്ളി പിടിച്ചങ്ങ് പോകാം, അതാ വഴിയുള്ളൂ. അപ്പോൾ നമ്മളോട് അനിയത്തി ഒരു 20 രൂപ എന്നിട്ടൊരു ഗോലി സോഡ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ ഗോലി ഞെക്കി പിടിക്കുന്ന ഒരു സംഭവം ഞാൻ കുറേ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരെണ്ണം മേടിക്കും 50 അടിച്ച് കുടിക്കാമെന്നൊക്കെ പറഞ്ഞു. എന്നാൽ ചോദിച്ചപ്പോൾ അത് ഇല്ലതാനും. എന്നിട്ട് പിന്നെ വേറെ അനിയത്തി മേടിക്കാൻ പറഞ്ഞ ഗോലി സോഡ എന്ന് പറഞ്ഞ സാധനം അതാണ് അവിടെ അങ്ങ് ഇല്ലതാനും. ലാസ്റ്റ് 20 സ്പ്രൈറ്റ് എങ്കിൽ സ്പ്രൈറ്റ് അതുകൊണ്ട് പോവുക. ചേട്ടൻ ബില്ലിംഗ് കൗണ്ടറില്ല, ഞാനും പോട്ടെ അങ്ങോട്ട്. അപ്പോൾ ഞാനും ചേട്ടൻ കഴിച്ചിട്ട് ഇറങ്ങി. ചേട്ടനെ ചേട്ടനെ പറ്റിച്ച് പിക്സൽ പണി വന്നു. ഞങ്ങൾക്ക് പിളിങ്ങിപ്പോയി ഞങ്ങൾ. പക്ക കണ്ടീഷനാണ്. ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ചേട്ടായുടെ റൂം ഇവിടെ നിന്ന് 1 മിനിറ്റ് നടക്കാനില്ല. എനിക്കിനി വീട്ടിലേക്ക് ഒരു 10 മിനിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ സൈക്കിളെ വെട്ടി മടുത്ത് ലാസ്റ്റ് വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിൽ ചേട്ടനോട് ഇരിപ്പുണ്ട്. ചേട്ടൻ തന്നെ സംഭവം എന്ന് വെക്കണം. ഞാൻ വ്ളോഗിൻ്റെ തന്ന ആരും പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഒരാളുണ്ട്, അതിഥി ഉണ്ട്, കാണിച്ചു തരാം. കൂട്ടപ്പായി ഇപ്പോൾ വരുവാൻ വന്ന്. അപ്പോൾ നമ്മളെ കണ്ട് കൂട്ടപ്പായി ഭയങ്കര സന്തോഷപ്രകടനം നടത്തണമല്ല. അവനെ ആര് കണ്ടാലും അങ്ങനെയാണ്. വീട്ടിൽ പോകണം, വീട്ടിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ജസ്റ്റ് അവനെ നഴിച്ചിട്ട് കുളിപ്പിച്ച് നിർത്തിയേക്കാൻ തോന്നുന്നു. അപ്പോൾ അമ്മ ഇതാണ്. അമ്മ ഞാൻ എന്താ മേടിച്ചുകൊണ്ട് പോകുന്നുള്ള പ്രതീക്ഷ വന്നു, പക്ഷെ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ വന്ന സൗണ്ട് എടുത്ത് അനീത്തി അവിടെ നിന്ന് വന്നതാണ്. അപ്പുറത്തെ വീട്ടിലെ ഞങ്ങളുടെ ഓണർ വീട് അത്, അവിടെ അവൾ കിടക്കണേ. അവളുടെ ടീച്ചർ എന്ന് പറഞ്ഞാൽ പ്രായ ഒരാളാണ്, അവർ ഒറ്റയ്ക്ക് കിടക്കണേ. അപ്പോൾ അവിടെ കൂട്ടിന് കിടക്കുകയാണ്. അവൾ ജ്യൂസ് എവിടെയാണെന്ന് ചോദിക്കണേ. അവൾക്ക് വീഡിയോ ഒക്കെ ഇതാണോ അവളുടെ കൂട്ടത്തില്ല. ഞാൻ ഫ്രിഡ്ജിലെന്ന് പറഞ്ഞു പോയി എടുക്കാൻ പോകണ കാണണേ. അപ്പോൾ ബൈ ഒക്കെ പറഞ്ഞ് പോകുന്നുണ്ട്.